ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു ഞാൻ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഇടുന്ന വീഡിയോ ഒരു ചാരിറ്റി വീഡിയോ ആയിരിക്കണം എന്നുള്ളത്. അപ്പം അത് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എന്നെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു, ഇതുപോലെ ഒരു വീഡിയോ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. ഞാൻ എന്നിട്ട് ആ ചേച്ചിയോട് പറഞ്ഞു എനിക്കത് സബ്സ്ക്രൈബേഴ്സൊന്നും ആയിട്ടില്ല, ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ചേച്ചിയുടെ മനസ്സമാധാനത്തിന് ഞാൻ വന്ന് വീഡിയോ ചെയ്ത് തരാമെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ചേച്ചിയുടെ വീട് നമ്മുടെ അടൂര് ഏഴംകുളത്തുള്ള പുതുമല എന്ന സ്ഥലത്താണ്. അപ്പം ഞാൻ ഇവിടെ വന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇപ്പോൾ 2 വർഷമായിട്ട് സ്ട്രോക്ക് വന്ന് പുള്ളിക്കിടപ്പാണ്. പുള്ളിയും കൊണ്ട് ജോലിക്ക് പോകാനോ ഒന്നും ഒരു കാര്യവും സാധിക്കത്തില്ല. ഒരാളുടെ സഹായമില്ലാതെ പുള്ളിക്കാരന് ഒന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പം ഞാൻ നിങ്ങളെ പുള്ളിക്കാരനെ ഒന്ന് കാണിച്ചു തരാം. വീഡിയോ എടുത്തുതരാൻ ക്യാമറയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെത്താനെയാണ് ഫോണിൻ്റെ ക്യാമറയിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണെന്ന് പോലും എനിക്ക് നമ്മൾ ഇൻസ്റ്റയിൽ അങ്ങനെ റീൽ ഇടുന്നതല്ല, ഇതുപോലത്തെ ചാരിറ്റി വീഡിയോസും അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. പുള്ളിക്കാരത്തി വന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ അങ്ങനെ ആയിപ്പോൾ ഇത് എത്ര പേര് കാണും എടുക്കുമെന്ന് എനിക്കറിയത്തുമില്ല. എങ്കിലും ഞാൻ എന്നെക്കൊണ്ടാവുന്ന പോലെ അവരെ ഒന്ന് സഹായിക്കാമെന്ന് കരുതി വന്നതാണ്. ഇത് കണ്ട, ഇതാണ് ഷാജി ചേട്ടൻ, ആ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ഇപ്പം പുള്ളിക്കാരനും അസുഖം വന്ന് കിടപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷമായി. ഞാനത് പറയാൻ തുടങ്ങിയപ്പോഴേ ആൾ കരച്ചിൽ തുടങ്ങി. ഇതാണ് കുഴപ്പം, നമുക്കൊന്നും പറയാനൊക്കത്തില്ല. അപ്പോഴേ പഴയ കാര്യങ്ങൾ പറഞ്ഞ് കരച്ചിൽ തുടങ്ങും. നേരത്തെ ഒന്നും സംസാരിക്കില്ലായിരുന്നു, ഇപ്പം ഒരുവിധം ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് ആൾ സംസാരിക്കാറുണ്ട്. എങ്കിലും ദാണ്ട് ഈ ഒരു കൈയും ഈ ഒരു കാലും ഒട്ടും അനക്കാൻ പറ്റത്തില്ല. ഒരാളുടെ സഹായമില്ലാതെ പുള്ളിക്കൊന്നും ചെയ്യാനൊക്കുകയില്ല. കാരണം പുള്ളിയെ നോക്കേണ്ടതുകൊണ്ട് പുള്ളിക്കാരത്തേക്കും ജോലിക്കൊന്നും പോകാൻ പറ്റാതെ കിടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഞാനിവിടെ വന്നപ്പം എന്നോട് പറഞ്ഞതാ എനിക്ക് അടുത്ത ഓണത്തിനെങ്കിലും എഴുന്നേറ്റ് നടക്കണം മോളെ, അതിന് സാധിക്കുമെന്ന് എന്നോട് പുള്ളിക്കാരൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് ശ്രമിക്കാമെന്ന് പറഞ്ഞു. അതെല്ലാം നമുക്ക് പറ്റത്തുള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും സാമ്പത്തികപരമായിട്ട് ആരെയും അങ്ങനെ സഹായിക്കാൻ പറ്റത്തില്ല. പിന്നെ സഹായിക്കാൻ പറ്റും. ഈ വീഡിയോ കാണുന്ന ഒരു മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഇവരെ സഹായിച്ചോളും. കാരണം ഇന്നാരും സഹായിക്കണമെന്ന് ഞാൻ പറയത്തില്ല, ആരെങ്കിലുമൊക്കെ സഹായിക്കും. നല്ല ആൾക്കാർ ഭൂമിയിലുണ്ടല്ലോ, ആരെങ്കിലുമൊക്കെ ഇവരൊന്ന് സഹായിച്ചോളും. കാരണം ഈ ആരുടെ സഹായമില്ലാതെ ഇവർക്ക് മുമ്പോട്ട് പോകാനൊക്കത്തില്ല. 2 മക്കളുണ്ട്. മക്കളും ഈ പറഞ്ഞ കൂട്ട് സാമ്പത്തികമായിട്ട് ഇവർക്ക് പിന്നോക്കം നിൽക്കുന്നുണ്ട്. പഠിക്കാൻ പോകാനുള്ള സാഹചര്യത്തിലൊന്നുമല്ല മക്കൾ നിൽക്കുന്നത്. കാരണം ആളുടെ കൂടെ തന്നെ 2 പേര് എപ്പോഴും വേണം. അപ്പോൾ പിന്നെ ഇവരുടെ സ്ഥിതി വളരെ ദയനീയമായി. ഇവിടെ വന്ന് കണ്ടാലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഞാനിതൊക്കെ പറയുന്ന എല്ലാം പുള്ളിക്കാരെ ശ്രദ്ധിച്ച് കേട്ടോണ്ട് കിടക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് ആൾക്ക് കരച്ചിലും വരും. അപ്പം ഞാൻ വന്ന് ഇങ്ങോട്ട് എന്നെ കണ്ടപ്പോഴേ ആൾ കരച്ചിൽ തുടങ്ങി. കാരണം എന്നെ അറിയാം, ഞാൻ ഇവിടെ വന്ന് പുള്ളിക്കാരനെ ഇടയ്ക്ക് കാണാറുള്ളതാണ്, എന്നെ അറിയാം. പക്ഷേ ഇങ്ങനെ പുള്ളിയെ വെച്ച് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ നിവൃത്തികേട് കൊണ്ടാണ്. കാരണം എന്നോട് പറഞ്ഞതാണ്, ചേച്ചി പറഞ്ഞത് ഞാൻ തന്നെ പറഞ്ഞു, ചേച്ചി എനിക്കിതുപോലെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, ഇതിൽ 10-30 പേരെങ്ങാണ്ടായിട്ടേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു അത് കുഴപ്പമില്ലടി, നീ ചെയ്ത് ആരെങ്കിലും ഒരാളെങ്കിലും ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കട്ടെന്ന് പുള്ളിക്കാരത്തി പറഞ്ഞത്. പിന്നെ എനിക്കത് നിഷേധിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ വന്നത്. കാണുന്നവർ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഈ കുടുംബത്തെ എങ്ങനെയെങ്കിലും ഒന്ന് കൂടെ പിടിച്ച് നിർത്തിക്കൊണ്ട് ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. കാരണം എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയത്തില്ല. കാര്യം വെച്ചാൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വരാൻ, പറയുന്ന വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയേക്കാം. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. കാരണം ആദ്യത്തെ വീഡിയോ ആണ്. കാരണം ഇവർക്ക് വേണ്ടി ഞാൻ എടുക്കാനായിട്ട് ഞാൻ വന്നതാണ്. എങ്ങനെയെങ്കിലും ഈ ഫാമിലി ഒന്ന് നമ്മുടെ കൂടെ കൂട്ടി ഇവരെ ഒന്നും സഹായിക്കാൻ എല്ലാവർക്കും മനസ്സുണ്ടാകണമെന്ന് എല്ലാവരോടും ഞാനൊന്ന് അപേക്ഷിക്കുകയാണ്. ഇനി നമുക്ക് ചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാമേ. ചേട്ടാ, എന്തെങ്കിലും പറയാനുണ്ടോ ഇവരുടെ അടുത്ത്? കരയാണ്ട് പറഞ്ഞോ. എന്തിനാ കരയുന്നേ? ഡോക്ടർ വരും ചികിത്സിക്കും, ഭേദമാക്കും. നമുക്ക് ഈ കൈയൊക്കെ നീട്ടിയെടുക്കണ്ടേ? എന്നിട്ട് ജോലിക്ക് പോകണ്ടേ? കൈ റെഡിയായിട്ട് ജോലിക്ക് പോകണ്ടേ? ചേച്ചിനെ മക്കളെ നോക്കണ്ടേ? അപ്പൊ ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനാ? ചേട്ടൻ കരഞ്ഞാൽ അവരും കൂടെ തളർന്നു പോകത്തില്ലേ? സങ്കടം വരുവാ? കുഴപ്പമില്ല, സങ്കടമൊന്നും വേണ്ട കേട്ടോ. ആരെങ്കിലുമൊക്കെ നിങ്ങളെ സഹായിക്കുമേ. കരയണ്ട കേട്ടോ, കരയണ്ട. കൈക്ക് വേദനയുണ്ടോ? കണ്ടോ, ഇതാണ് ഈ പുള്ളിയുടെ അവസ്ഥ. ഒരു പരസഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാനോ എടുക്കാനോ ഒന്നും പുള്ളിയെ കൊണ്ട് പറ്റത്തില്ല.
അപ്പോൾ കാണുന്നവർ മാക്സിമം ഇവരെ ഒന്ന് സഹായിക്കണമെന്ന് വേറൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് അങ്ങ് പറയുകയാണ്. കാരണം ഇപ്പോൾ ഈ നാട്ടിലുള്ള കുറച്ച് നല്ല ആൾക്കാരുടെ സഹായത്തോടെയൊക്കെയാണ് ഈ കുടുംബം പിടിച്ചു നിന്ന് പോകുന്നത്. ഇനിയിപ്പം പുള്ളിയുടെ ട്രീറ്റ്മെൻറ്റിനായാലും മരുന്നിനായാലും എല്ലാം എന്തോ ചെയ്യണമെന്നറിയാതെ പുള്ളിയുടെ വൈഫ് ഇവിടെ ഉണ്ട്. നമുക്ക് ചേച്ചിയും കൂടെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. ചേച്ചിക്ക് എന്താ പുള്ളിയെ പറ്റി പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. കാര്യം ഇവരോടൊക്കെ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം ഇതുപോലെ കരച്ചിലാണ്. പിന്നെ എങ്ങനെ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് കുറച്ച് മുന്നേ വരെയും പുള്ളി എന്നോട് ഓരോ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു. നമ്മളെക്കൊണ്ടാവുന്ന പോലെല്ലാം നമുക്ക് സഹായിക്കാൻ പറ്റൂ. അതുകൊണ്ട് കാണുന്നൊരു ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഈ കുടുംബത്തെ ഒന്ന് കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് എല്ലാവരും ഒന്ന് സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഈ ഇരിക്കുന്നതാണ് പുള്ളിയുടെ വൈഫ്. കാരണം എപ്പോഴും ഒരാൾ പുള്ളിയുടെ കൂടെ ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കുകയില്ല. കാരണം പുള്ളിക്ക് എപ്പോഴും ചേച്ചി അടുത്ത് വേണം. ചേച്ചി 24 മണിക്കൂർ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മളൊന്നും ചോദിക്കാനൊക്കത്തില്ല. ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര കരച്ചില്ല. അതുകൊണ്ട് ഇപ്പോഴും കരയാം. ചേച്ചി വന്നിരുന്നേൻ്റെ കരച്ചില്ല കരയുന്നത്. ചേച്ചി പറ, എന്തുവാ പുള്ളിയുടെ അവസ്ഥ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞ്. 3 വർഷമായി കിടപ്പ് തുടങ്ങിയിട്ട്. ഒത്തിരി പേര് സഹായിച്ച് നമ്മൾ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും ഭയങ്കര വേദനയാണ്, എപ്പോഴും വേദന. അപ്പം ഞങ്ങളിങ്ങനെ എപ്പോഴും ഒരാൾ കൂടെ വേണം. എഴുന്നേറ്റ് ഇരിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഞങ്ങൾ എഴുന്നേറ്റ് ഇരുത്തും ഒരു സ്റ്റാൻഡ് വെച്ചിട്ട്. അല്ലാതെ സ്വന്തമായിട്ട് എഴുന്നേക്കാൻ പറ്റില്ല, സ്വന്തമായിട്ട് ആഹാരം വാരി എടുത്ത് കഴിക്കാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇരിക്കുന്നതല്ല, കാലൊന്നും ശരിയായിട്ടില്ല. ഈ കൈ മാത്രം, കൈ വലത് കൈയാണ് ശരിയായിട്ടുണ്ട്. ഈ ഇടതുകാലം എടുക്കുന്നതിന് ശരിയാവണം. അത് ഫിസിയോതെറാപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ദൈനംദിന ആവശ്യങ്ങളൊന്ന് ഡയപ്പർ മേടിക്കണം, പിന്നെ ഗുളിക മരുന്ന് എല്ലാം കാശ് കൊടുത്ത് മേടിക്കേണ്ട സാധനങ്ങൾ തന്നെ. നല്ലൊരു വരുമാനമില്ല. ഇപ്പോഴാണ് ഈ സൈഡ് 3 വർഷം കൊണ്ട് കിടക്കുന്ന കാരണം ഒരുപാട് കെയർ ചെയ്ത് നോക്കിയിട്ട് ഈ സൈഡ് ഇങ്ങനെ പൊട്ടുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ചൊക്കെ ഓയിൽമെൻറ്റും കാര്യങ്ങളും ഇവിടെ പൊട്ടി ഡയപ്പർ വെച്ച് പൊട്ടിയിരിക്കുക. പിന്നെ ട്യൂബൊക്കെ ഇട്ട് കിടക്കുന്ന ഇതാണ് വിഷയങ്ങൾ. ഞങ്ങൾക്ക് ഒരു രീതിയിൽ ഒരു ജോലിക്ക് പോകാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിൽ കൂടെ അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വന്നത്. അപ്പം എന്താ പറയുക, കഴിവിൻ്റെ മാക്സിമം എല്ലാവരും ഈ വീഡിയോ എടുത്ത് ഇവരെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. ഈ ചേട്ടൻ്റെ മുന്നോട്ടുള്ള ചികിത്സ എങ്ങനെയായിരിക്കുമെന്ന് ഒരു പിടുത്തമില്ലാതെ നിൽക്കുക പാവം ചേച്ചി. കാര്യം എന്ന് വെച്ചാൽ ജീവിക്കാൻ ഇനി ഒരു വഴി അവർക്കില്ല. കാര്യം ഈ മനുഷ്യനിങ്ങനെ കിടക്കുന്നത് കൊണ്ട് ആ ചേച്ചിക്ക് ജോലിക്കൊന്നും പോകാനൊക്കെ വരും. അപ്പോൾ ഈ ചേച്ചിയും ചേട്ടനും എല്ലാവരും കഴിവിൻ്റെ മാക്സിമം ഒന്ന് സഹായിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഷായച്ചൻ എന്തെങ്കിലും പറയണ്ടോ? ഇതാ കുഴപ്പം, കരച്ചില്ല. പിന്നെ അത് കുറച്ച് നേരത്തേക്ക് കാണും. അപ്പോൾ ശരി, ഓക്കെ, താങ്ക് യു ഓൾ. എല്ലാവരും ഇവരെ ഒന്ന് സഹായിക്കുക. ഓക്കെ, താങ്ക് യു.